ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ സമരം തുടരുകയാണ്. സമരത്തിന്റെ 8ാം ദിവസമായി ഇന്ന് ആലപ്പുഴയിൽ സംയുക്ത സമരസമിതി കഞ്ഞിവെച്ച് പ്രതിഷേധിച്ചു. തങ്ങളുടെ വയറ്റത്തടിക്കുന്ന പരിഷ്കരണത്തിൽ മാറ്റം വരുത്തുന്നതുവരെ സമരം തുടരാനാണ് സമരസമിതിയുടെ തീരുമാനം. ആലപ്പുഴയിൽ നിന്നും നിഷാദ് ദിലീപ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സമരം തുടരുകയാണ്. ഇന്നിപ്പോൾ 8ാം ദിവസമാണ് സമരം. വിവിധ രീതിയിലുള്ള സമരപരിപാടികളാണ് ഓരോ ഇടത്തും അരങ്ങേറുന്നത്. ഇന്നിപ്പോൾ ആലപ്പുഴയിൽ കഞ്ഞിവെച്ചുള്ള പ്രതിഷേധമാണ് നടത്തുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ഇവരോട് സംസാരിച്ചിരുന്നു. അന്ന് അവർ പറഞ്ഞത് ടെസ്റ്റും ഒപ്പം തന്നെ പരിശീലനം അടക്കമുള്ള കാര്യങ്ങൾ ബഹിഷ്കരിച്ച് ഉള്ള സമരപരിപാടികളിലേക്കാണ് പോകുന്നതെന്നാണ്. ഇന്നിപ്പോൾ 8ാം ദിവസം ഇവർ കഞ്ഞിവെച്ചുള്ള സമരത്തിലേക്ക് കടന്നിരിക്കുന്നു. ഇനി വരും ദിവസങ്ങളിൽ എന്താണ് നിങ്ങളുടെ തീരുമാനം? സമരം വിജയം കാണുന്നിടം വരെയും നമ്മൾ സമരം തന്നെ തുടരും. ഇന്ന് 8ാം ദിവസമായിട്ടും എല്ലാവരും സമരമുഖത്താണ്. സമരം ശരിക്കും പറയുകയാണെങ്കിൽ വിജയത്തിൻ്റെ പാതയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഗതാഗത മന്ത്രി എന്തിനാണ് നാട് വിട്ടു പോയെന്നുള്ളതാണ് നമുക്കറിയാത്തത്. പിടിയിട്ട് അപ്പോൾ സമരമുഖത്ത് നിന്ന് ഞങ്ങളെ സമാധാനിപ്പിക്കേണ്ട, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സമാധാനം തരേണ്ട ഒരു മന്ത്രി എന്തിനു നാട് വിട്ടുപോയി? ഒന്ന്, അതുപോലെ തന്നെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ ഒരു മന്ത്രി ജനങ്ങൾക്ക് സുഖകരമായി ജീവിക്കേണ്ട ആ സംവിധാനങ്ങൾ ഒരുക്കേണ്ട മന്ത്രി എന്തുകൊണ്ടാണ് ജനങ്ങളുടെ മേൽ അല്ലെങ്കിൽ ഡ്രൈവിംഗ് സ്കൂളുകാരുടെ മേൽ ഇത്ര ശക്തമായി ഈ സമരം ഞങ്ങളെ ഈ സമരമുഖത്തേക്ക് വലിച്ചഴച്ചത്? ഇത് പുള്ളി ചിന്തിക്കണമായിരുന്നു. പുള്ളി ഞങ്ങളുടെ സമാധാനത്തിന്, ഞങ്ങളുടെ സ്വസ്ഥത, ഞങ്ങളുടെ കുടുംബജീവിതത്തിനെല്ലാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി വെച്ചത്. കാരണം ഇത്രയും പണിയെടുക്കുന്ന തൊഴിലാളികളെല്ലാം കഷ്ടപ്പാടില്ല, 10 പൈസ പോലും ഇല്ലാതെ അവരുടെ കയ്യിലില്ലാതെ അവർ വളരെ ബുദ്ധിമുട്ടിലായി. അപ്പോൾ ഇത്രയും ഒരു വേദനയിലേക്ക് വലിച്ചഴച്ചിട്ട് എന്ത് സമാധാനത്തിൽ ഈ ഒരു നെഞ്ചത്ത് കൈവച്ചിട്ട് ഒരു മന്ത്രി സ്വസ്ഥമായി യാത്ര ചെയ്യും? ഇത്രയും ദിവസമായിട്ട് ഇപ്പോൾ 8ാം ദിവസമാണ് ഇന്ന് സമരം. നിങ്ങൾ മന്ത്രിക്ക് പരാതി കൊടുത്തിട്ടുണ്ട്. ഏതെങ്കിലും രീതിയിലുള്ള ചർച്ചകൾക്കൊക്കെ ശക്തമായിട്ട് ഇറങ്ങുന്നുണ്ട്. ഡ്രൈവിംഗ് സ്കൂൾ ഓണേഴ്സ് സമിതി ശക്തമായിട്ട് നിരന്തരം പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അവർ എല്ലാ ദിവസവും വേണ്ടപ്പെട്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പിന്നെ എന്ത് മറുപടിയാണ് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളത്? ഒരു മറുപടിയും തരുന്നില്ല. പുള്ളി ഇപ്പോൾ 15 വർഷം കഴിഞ്ഞ വാഹനങ്ങളെന്ന് പറയുന്നെങ്കിൽ KSRTCയിൽ 30-35 വർഷമായ KSRTC ആളെയും കൊണ്ടാണ് പോകുന്നത്. പാഞ്ഞാണ് പോകുന്നത്. നമ്മളിവിടെ കുട്ടികളെ പഠിപ്പിക്കുന്ന പോലും മെല്ലെയാണ്. അപ്പോൾ അത് മാറ്റണമെന്ന് പറയുന്നു. അതുകൂടാതെ തന്നെ ഡ്യുവൽ ക്ലച്ച് പാടില്ലെന്ന് പറയുന്നു. അത് ഗവൺമെൻറ് കൊണ്ടുവന്ന് ഗ്രൗണ്ട് ഒരുക്കി ഗവൺമെൻറ് വണ്ടി കയറ്റിക്കോ, അവർ വണ്ടി ഇറക്കിക്കോട്ടെ, ഞങ്ങൾ പഠിപ്പിച്ചുകൂടാൻ തയ്യാറാണ്. പക്ഷേ അത് മാത്രമല്ല, അവർ നമ്മുടെ പേരിൽ ഈ ഡ്രൈവിംഗ് സ്കൂൾ മേഖലയെ തകർത്ത് ഒരു വലിയ കോർപ്പറേറ്റുകൾക്ക് കൊടുക്കാനുള്ള പരിശ്രമമാണ്. അത് തന്നെയാണ് ഇപ്പോഴും നമ്മുടെ സ്തംഭിപ്പിച്ചിരിക്കുന്നത്. ശാസ്ത്രീയമായ പരിഷ്കരണത്തിനെതിരെയാണ് ഇത്തരത്തിൽ പ്രതിഷേധം ശക്തമാകുന്നത്. നിഷാദ് ദിലീപാണ് വിശദാംശങ്ങൾ നൽകിയത്.